നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ CCTV പ്രേക്ഷകർക്കും നന്മയും സമാധാനവും സന്തോഷവും നിറഞ്ഞ പുതുവർഷം ആശംസിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. പുത്തൻ പ്രതീക്ഷകളോടെ പുതുവർഷ പിറവി. വലിയ ആരവങ്ങളോടെ 2025 ലോകം വരവേറ്റു. ജനത്തിന് ആശംസകൾ നേർന്ന് പ്രമുഖ നേതാക്കൾ. പെരുമ്പാവൂരിൽ മദ്യലഹരിയിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ആനക്കല്ല് സ്വദേശി ചാലുശ്ശേരി വീട്ടിൽ 40 വയസ്സുള്ള രതീഷിനാണ് വെട്ടേറ്റത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരകത്തുകാവ് ഭഗവതിക്ക് നാട്ടുകാരുടെ വകയായുള്ള പിള്ളേര് താലപ്പൊലി ഞായറാഴ്ച. ഒരുക്കങ്ങൾ പൂർത്തിയായതായി താലപ്പൊലി സംഘം ഭാരവാഹികൾ. സിന്ധുവിനെ നാടിന്റെ കണ്ണീർ യാത്രാമൊഴി. കുന്നംകുളം മാർത്താറ്റ് മോഷണ ശ്രമത്തിനിടെ കൊല്ലപ്പെട്ട കിഴക്കുമുറി നാടൻചേരി വീട്ടിൽ മണികണ്ഠന്റെ ഭാര്യ 55 വയസ്സുള്ള സിന്ധുവിന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. വാർത്തകൾ വിശദമായി. പുത്തൻ പ്രതീക്ഷകളോടെ പുതുവർഷ പിറവി. വലിയ ആരവങ്ങളോടുകൂടിയാണ് 2025 ലോകം വരവേറ്റത്. പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായാണ് നാട് 2025 സ്വീകരിച്ചത്. രാജ്യത്ത് പ്രധാന നഗരങ്ങളിലെല്ലാം ആഘോഷാരവത്തോടെ ജനം നവവത്സരത്തെ വരവേറ്റു. ആഘോഷങ്ങളും പുതുമകളും ഒത്തുചേർന്ന വേളയിൽ ഓരോരുത്തരുടെയും മനസ്സിൽ നിറയുന്നത് പുതുപ്രതീക്ഷകളാണ്. ഡൽഹി, മുംബൈ, ബംഗളൂരു തുടങ്ങി നഗരങ്ങളിലെ ജനം ആഘോഷങ്ങൾക്കായി വഴിയരികുകളിൽ തിങ്ങി നിറഞ്ഞു. സാംസ്കാരിക പരിപാടികളും സംഗീത വിരുന്നുകളും പുതുവർഷരാവിനെ മനോഹരമാക്കി. 2025 തുടക്കമിട്ട നിമിഷങ്ങൾ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പകരുന്നതാണ്. രാജ്യത്തെ പ്രമുഖർ ജനങ്ങൾക്ക് പുതുവർഷ ആശംസകൾ നേർന്നു. ഒരുമിച്ച് ഒറ്റക്കെട്ടായി വരും നാളുകളെ പ്രകാശപൂർണമാക്കാനുള്ള ഊർജവും പ്രചോദനവും പകരട്ടെയെന്നും നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി കൈകോർത്ത് മുന്നോട്ടു പോകാമെന്നും മുഖ്യമന്ത്രി ആശംസിച്ചു. എല്ലാവർക്കും നവവത്സര ആശംസകൾ. ഇന്ന് തുടക്കത്തിൽ തന്നെ നമുക്ക് ചിലരെ സ്മരിക്കേണ്ടതുണ്ട്. ഒന്ന് MT ആണ്. പുരോഗമന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച MT കേരളത്തിൻ്റെ ജനാധിപത്യ മതേതര സംസ്കാരത്തിൻ്റെ ദീപശിഖിയെ കൂടുതൽ തിളക്കത്തോടെ ജ്വലിപ്പിച്ചു. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് വിടവാങ്ങിയതും ഇക്കഴിഞ്ഞ ദിവസമാണ്. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പോയ വർഷം നമ്മെയാകെ വേദനിപ്പിച്ച ദുരന്തമായിരുന്നു മേപ്പാടി ഉരുൾപൊട്ടൽ. ദുരിതബാധിതരായവരുടെ പുനരധിവാസം സംബന്ധിച്ച് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി പുതിയൊരു തുടക്കം. വിവേകത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നേറേണ്ട നിമിഷമാണിത്. പുതുവത്സരം ഓരോരുത്തരുടെയും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് 2025 കടക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCTV. തൃശൂരിൽ പുതുവർഷ രാത്രിയിൽ യുവാവിനെ കുത്തിക്കൊന്ന കേസിൽ 14കാരൻ കസ്റ്റഡിയിൽ. ഒപ്പമുണ്ടായിരുന്ന 16കാരനെയും പോലീസ് പിടികൂടി. യുവാവിനെ കൊല്ലാൻ ഉപയോഗിച്ച കത്തി 14കാരൻ്റേത് തന്നെയെന്ന് പോലീസ് പറയുന്നു. സഹപാഠിയെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയതിന് 14കാരനെ നേരത്തെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരുന്നുവെന്ന് പോലീസ് കൂട്ടിച്ചേർത്തു. തൃശൂർ പാലിയം റോഡ് സ്വദേശി 30 വയസ്സുള്ള ലിവിനാണ് പുതുവർഷ രാത്രിയിൽ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ 14ഉം 16ഉം വയസ്സുള്ള 2 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമകളാണോ എന്ന പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രതികളായ വിദ്യാർത്ഥികൾ കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ 2 പ്രതികളുടെയും വൈദ്യപരിശോധന നടത്തി. പെൺകുട്ടികളുമായി വന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് പാലിയം റോഡ് സ്വദേശി ലിവിംഗ് ഡേവിസിനെ 14കാരൻ കൊലപ്പെടുത്തിയത്. പുതുവത്സര ആശംസ നേർന്നില്ല എന്ന പേരിൽ മുള്ളൂർക്കരയിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആറ്റൂർ പൂവത്തിങ്കൽ വീട്ടിൽ 22 വയസ്സുള്ള സുഹൈബിനാണ് കുത്തേറ്റത്. തലയ്ക്കും കയ്യിലും കുത്തേറ്റ യുവാവിനെ ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. നിരവധി കേസുകളിലെ പ്രതിയും പോലീസ് കാപ്പ ചുമത്തിയിട്ടുള്ള ആളുമായ ഷാഫിയാണ് യുവാവിനെ ആക്രമിച്ചത്. ഇയാളും തനിക്കും കുത്തേറ്റുവെന്ന് ആരോപിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. പെരുമ്പാവൂരിൽ മദ്യലഹരിയിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ആനക്കല്ല് സ്വദേശി ചാലുശ്ശേരി വീട്ടിൽ 40 വയസ്സുള്ള രതീഷിനാണ് വെട്ടേറ്റത്. സംഭവത്തിൽ സുഹൃത്ത് ബാലകൃഷ്ണനെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയച്ചു. ചൊവ്വാഴ്ച രാത്രി 7:30 ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്ന സുഹൃത്തുക്കളായ യുവാക്കൾ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ബാലകൃഷ്ണൻ കയ്യിൽ കരുതിയ കത്തിയെടുത്ത് യുവാവിനെ ആക്രമിക്കുകയുമായിരുന്നെന്ന് പറയുന്നു.
ആക്രമണത്തിൽ പരിക്കേറ്റ രതീഷ് ആദ്യം പെരുമ്പലാവിൽ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി. സംഭവത്തിൽ കുന്നംകുളം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ബാലകൃഷ്ണനെ കസ്റ്റഡിയിലെടുത്തത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരകത്തുകാവ് ഭഗവതിക്ക് നാട്ടുകാരുടെ വകയായുള്ള പിള്ളേര് താലപ്പൊലി ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് താലപ്പൊലി സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രത്തിനകത്ത് പുലർച്ചെ മുതൽ വാകചാർത്ത് ദീപാലങ്കാരം, പുഷ്പാലങ്കാരം, നാഗസ്വര കച്ചേരി, പഞ്ചമദ്ദളക്കേളി, പഞ്ചവാദ്യം, നിറമാല, ദീപാലങ്കാരം, കേളി, തായമ്പക, കളമെഴുത്തുപാട്ട് എന്നിവയുണ്ടാകും. ഉച്ചയ്ക്ക് 12 മണിയോടെ നടയടച്ച് ഭഗവതി 3 ആനകളോടെ പുറത്തേക്ക് എഴുന്നള്ളും. പുറത്തേക്ക് എഴുന്നള്ളിപ്പിൽ പഞ്ചവാദ്യവും തിരിച്ചെഴുന്നള്ളിപ്പിൽ മേളവും അകമ്പടിയാകും. കിഴക്കേ നടപ്പുരയിൽ 1500ഓളം നിറപറകൾ ഒരുക്കി എഴുന്നള്ളിപ്പിനെ വരവേൽക്കും. ഭഗവതിയുടെ കോമരം പറ സ്വീകരിച്ചതിനു ശേഷം നാദസ്വരത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രവും രുദ്രതീർത്ഥക്കുളവും പ്രദക്ഷിണം ചെയ്യും. മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികളും അന്നദാനവും ഉണ്ടാകും. താലപ്പൊലി ചടങ്ങുകൾക്ക് ഏകദേശം 25 ലക്ഷം രൂപയോളം ചിലവ് വരുമെന്ന് ഭാരവാഹികളായ വി കൃഷ്ണാനന്ദ്, എൻ പ്രഭാകരൻ നായർ, ജി കൃഷ്ണൻ, ചൊവ്വല്ലൂർ ഉണ്ണികൃഷ്ണൻ, മോഹൻദാസ് ചേലനാട് എന്നിവർ അറിയിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. സിന്ധുവിന് നാടിന്റെ കണ്ണീർ യാത്രാമൊഴി. കുന്നംകുളം മാർത്താറ്റെ മോഷണ ശ്രമത്തിനിടെ കൊല്ലപ്പെട്ട കിഴക്കുമുറി നാടൻചേരി വീട്ടിൽ മണികണ്ഠന്റെ ഭാര്യ 55 വയസ്സുള്ള സിന്ധുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ചൊവ്വാഴ്ച രാത്രി മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നു. രാവിലെ 10-ന് കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ സംസ്കാരം നടത്തി. തിങ്കളാഴ്ചയാണ് സിന്ധുവിന്റെ സഹോദരി ഭർത്താവ് മുതുവറ സ്വദേശി കണ്ണൻ മോഷണ ശ്രമത്തിനിടെ ഇവരെ വെട്ടിക്കൊന്നത്. പുനർനിർമ്മാണം നടക്കുന്ന എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിലേക്കുള്ള ഈശോയുടെ തിരുഹൃദയ തിരുസ്വരൂപം ജനുവരി 3 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് പ്രതിഷ്ഠിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സിൽ വെച്ച് വെഞ്ചരിച്ച തിരുസ്വരൂപം ഇന്ത്യയിലെ ഏറ്റവും വലിയ തിരുസ്വരൂപമാണ്. നവംബർ 1-ാം തീയതിയാണ് തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് തിരുസ്വരൂപം എത്തിച്ചത്. ജനുവരി 3-ന് വൈകിട്ട് 4 മണിക്ക് തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് നിന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെ ഫൊറോന അതിർത്തിയായ പുതുരുത്തി പള്ളി, ആറ്റത്തറ, കോട്ടപ്പുറം കുരിശുപള്ളി, മങ്ങാട് പള്ളി, നെല്ലുവായ് പഴവൂർ റോഡ് ജംഗ്ഷൻ, എരുമപ്പെട്ടി ഗ്രാമീണ വായനശാല, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ സ്വീകരിക്കും. വൈകിട്ട് 6-ന് എരുമപ്പെട്ടി സെന്റ് ജോർജ് കപ്പേളയിലെ സ്വീകരണത്തിന് ശേഷം ബാൻഡ് മേളം, ചെണ്ടമേളം, മാർഗംകളി, മുത്തുകുടകൾ, പേപ്പൽക്കുടകൾ, തിരുഹൃദയം, മാലാഖമാരുടെയും കന്യകമാരുടെയും വേഷധാരികൾ എന്നിവർ അണിനിരക്കുന്ന ഘോഷയാത്രയായി തിരുഹൃദയം പള്ളിയിലേക്ക് എഴുന്നള്ളിക്കും. അതിരൂപത ആർച്ച് ബിഷപ്പും ഭാരത കത്തോലിക്ക ബിഷപ്പ് കൌൺസിൽ പ്രസിഡന്റും കൂടിയായ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് പ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈദികർ, സിസ്റ്റേഴ്സ്, അതിരൂപത ആത്മായ നേതാക്കൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്വീകരണം, പ്രതിഷ്ഠാകർമ്മം, വിശുദ്ധ കുർബാന, സ്നേഹവിരുന്ന് എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പും ഭാരത കത്തോലിക്ക ബിഷപ്സ് കൌൺസിൽ പ്രസിഡന്റുമായ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് പ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്നതാണ്. ദൈവം സ്നേഹമാകുന്നു എന്ന് പഠിപ്പിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിന്റെ പ്രതിഷ്ഠ നടത്തിയ തൃശൂർ അതിരൂപതയിലെ ആദ്യ ദൈവാലയമാണ് എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി. എരുമപ്പെട്ടി ദേശത്തിനും ജനത്തിനും സ്നേഹവും സമാധാനവും ഐശ്വര്യവും നൽകി വരുന്ന എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി ഒരു തീർത്ഥ കേന്ദ്രമായി വളർന്നു വരികയാണ്. മാർപ്പാപ്പ വെഞ്ചരിച്ച് പ്രതിഷ്ഠിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ തിരുഹൃദയ രൂപമാണ് എരുമപ്പെട്ടി ഫൊറോന പള്ളിയിൽ പ്രതിഷ്ഠിക്കുന്നത്. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ, നടത്തുകൈക്കാരൻ MK ജോൺസൺ, ജനറൽ കൺവീനർ KC ഡേവിസ്, പബ്ലിസിറ്റി കൺവീനർ ജിൻഡോ ജോഷി, PRO ബിജു ജോർജ്, കൈക്കാരന്മാരായ ജെയ്സൺ താണിക്കൽ, MV ഷാൻഡോ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. റോഡപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് കൈത്താങ്ങായി വേലൂർ തണ്ടിലം HMC കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആംബുലൻസ് നാടിന് സമർപ്പിച്ചു. തണ്ടിലം സെന്ററിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് മെമ്പർമാരായ ഷേർലി ദിലീപ് കുമാർ, PS സുബ്രഹ്മണ്യൻ, സ്വപ്ന രാമചന്ദ്രൻ, ബിന്ദു ശർമ്മ, വെള്ളാട്ടഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TM വേണു, രാജീവ് ഗാന്ധി സർവീസ് സഹകരണ ബാങ്ക് സംഘം പ്രസിഡന്റ് അനിൽ മാസ്റ്റർ, വിവിധ ജനപ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവർ സംസാരിച്ചു. HMC കൂട്ടായ്മ ഭാരവാഹികളായ കോർഡിനേറ്റർ PP കബീർ, രക്ഷാധികാരി സുഭാഷ് തണ്ടിലം, സെക്രട്ടറി PV വിജേഷ്, പ്രസിഡന്റ് PV ബിജു, ട്രഷറർ PR ദിലീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഗുരുവായൂരിൽ തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്ന് വീണ് യാത്രക്കാരിക്ക് പരിക്കേറ്റു. തിരുവെങ്കിടം തലക്കാട്ട് വീട്ടിൽ അജിതയ്ക്കാണ് പരിക്ക്. തൈക്കാട് പള്ളി റോഡിൽ രാവിലെ 8:30 അപകടം. പരിക്കേറ്റ സ്ത്രീയെ എക്സ് പ്രവർത്തകർ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി അടുപ്പുട്ടി സ്വദേശി പിടിയിൽ. സീനിയർ ഗ്രൗണ്ടിന് സമീപം ചൂടാലി വീട്ടിൽ അനിലിനെയാണ് 2.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം പിടികൂടിയത്. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡ്രൈഡേ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ജവാൻ മദ്യം പിടികൂടിയത്. എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠനെ കൂടാതെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ PG ശിവശങ്കരൻ, KN മോഹൻദാസ്, MK സിദ്ധാർത്ഥൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KC ആനന്ദ്, K മനോജ്, V ഗണേശൻ പിള്ള, NK സതീശൻ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ആടിനെ തെരുവു നായ്ക്കൾ കടിച്ചുകൊന്നു. അക്കിക്കാവ് കോട്ടോൽ പറമ്പിൽ പുല്ലുതീറ്റാനായി കെട്ടിയിരുന്ന ആടുങ്ങളെയാണ് തെരുവു നായ്ക്കൾ കടിച്ചുകൊന്നത്. വടക്കേക്കോട്ടോൽ കണ്ടിരുത്തി വീട്ടിൽ ബാലന്റെ വീട്ടിലെ ആടുങ്ങളെയാണ് തെരുവു നായ്ക്കൾ കടിച്ചുകൊന്നത്. ബുധനാഴ്ച വൈകിട്ടാണ് സംഭവം. വീടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കെട്ടിയിട്ടിരുന്ന ആടുകളെയാണ് നായ്ക്കൾ ആക്രമിച്ചത്. ആടുങ്ങളുടെ കരച്ചിൽ കേട്ട് സമീപവാസികൾ ഓടിയെത്തിയെങ്കിലും ഇവയെ നായ്ക്കൾ ആക്രമിച്ചു കൊന്നിരുന്നു. 6ഓളം വരുന്ന തെരുവു നായ്ക്കളുടെ കൂട്ടമാണ് ആക്രമിച്ചത്. പഞ്ചായത്തിൽ നിന്ന് ലഭിച്ചതായിരുന്നു ഇവ. ആക്രമണത്തിൽ ആടുങ്ങളുടെ അവയവങ്ങൾ പുറത്തുവന്ന നിലയിലായിരുന്നു. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. തിരുവാതിര മഹോത്സവത്തിന്റെ വിശേഷാൽ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രം ഒരാളന്റെ ഇല്ലത്തെ ദേവീദേവ സങ്കേതത്തിൽ നിന്നും ശ്രീപാർവതിക്ക് ചാർത്താനുള്ള പട്ടും താലിയും തിരുവാഭരണങ്ങളും എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുവരും. രാവിലെ 7 മണിക്ക് ചൊവ്വലൂർ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്തിക്കുന്ന പട്ടും താലിയും തിരുവാഭരണങ്ങളും നാമജപ മംഗളവാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ചൊവ്വലൂർ ക്ഷേത്രസന്നിധിയിലെത്തി പ്രദക്ഷിണം ചെയ്യും. ശ്രീപാർവതി തിരുസന്നിധിയിലെത്തിയ ശേഷം ഊരാളന്റെ കുടുംബത്തിലെ അന്തർജനം ശ്രീപാർവതി ദേവിക്കു ചാർത്താനുള്ള പട്ടും താലിയും തിരുവാഭരണങ്ങളും തിരുനടയിൽ സമർപ്പിക്കും. തുടർന്ന് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി 12 ദിവസം നീണ്ടുനിൽക്കുന്ന പട്ടും താലിയും സമർപ്പിക്കുന്ന ചടങ്ങിന് തുടക്കം കുറിക്കും. തിരുവാതിര മഹോത്സവം നടക്കുന്ന 12 ദിവസങ്ങളിലും വിശേഷാൽ അഭിഷേകം, അർച്ചനപൂജ, വേദജപം, വേളി ഓത്ത്, പുരാണപാരായണം, ബ്രാഹ്മണിപ്പാട്ട്, നിറമാല, ചുറ്റുവിളക്ക് തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾക്ക് വ്യാഴാഴ്ച കാട്ടൂർ തപസ്യ തിരുവാതിരക്കളി സംഘത്തിന്റെ തിരുവാതിരക്കളിയോടെ തുടക്കമാകും. തുടർന്നുള്ള 12 ദിവസങ്ങളിലും വിവിധ കലാപരിപാടികൾ ക്ഷേത്രനടയിൽ പ്രത്യേകം സജ്ജമാക്കുന്ന വേദിയിൽ അരങ്ങേറും. ക്ഷേത്രമേൽശാന്തി കുഴിപ്പുറമില്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ NK ബാലകൃഷ്ണൻ, C ഹരിദാസ്, E പ്രഭാകരൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ഉത്സവ ദിവസങ്ങളിൽ ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഉണ്ടായിരിക്കും. CCTV ന്യൂസ് കേച്ചേരി. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ ആരംഭിക്കുന്ന തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ദ്രവ്യ സമർപ്പണം ഭക്തിനിർഭരമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. രാവിലെ 9 മണിക്ക് ക്ഷേത്രം മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് നേന്ത്രക്കായ കുല സമർപ്പിച്ചതോടുകൂടിയാണ് ദ്രവ്യ സമർപ്പണത്തിന് തുടക്കമായത്. തുടർന്ന് ചടങ്ങിന് എത്തിച്ചേർന്ന ഭക്തജനങ്ങൾ വിവിധ ദ്രവ്യങ്ങൾ, പച്ചക്കറികൾ, അരി, വെളിച്ചെണ്ണ, പപ്പടം തുടങ്ങിയ പലവ്യഞ്ജന സാധനങ്ങൾ സമർപ്പിച്ചു. 2-ാം തീയതി മുതൽ തിരുവാതിര മഹോത്സവം സമാപിക്കുന്ന 13-ാം തീയതി വരെ വിപുലമായ അന്നദാനത്തിനായി ഭക്തജനങ്ങൾ സമർപ്പിച്ച വസ്തുക്കൾ ഉപയോഗിക്കും. കുണ്ടുകടവ് ഗുരുവായൂർ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് വെളിയങ്കോട് മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ എരമംഗലത്ത് ശയന പ്രദക്ഷിണ സമരം നടത്തി. സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി P റംഷാദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് K ആദർശ് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി KP റാസിൽ, വിനു എരമംഗലം, ഷിബു കളത്തിപ്പറമ്പിൽ, MA ദിൻഷാദ്, രജിലേഷ് കരിമത്തിൽ, KV ബാജി, കോൺഗ്രസ് നേതാക്കളായ ഷംസു ചന്ദനത്ത്, VKM അഷ്റഫ്, ഷുക്കൂർ മംഗലദായിൽ എന്നിവർ നേതൃത്വം നൽകി. 10 വയസ്സുള്ള ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 52 വയസ്സുകാരനെ 130 വർഷം കഠിന തടവും 8,75,000 രൂപ പിഴയും ശിക്ഷ. ഒരുമനൂർ മുത്തമാവ് മാങ്ങാട് വീട്ടിൽ കുഞ്ഞപ്പ് മകൻ സജീവനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യാസ്തയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 35 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. 2023 ഏപ്രിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. 10 വയസ്സുള്ള ആൺകുട്ടിയെയും കൂട്ടുകാരനെയും വീടിന്റെ ടെറസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു. ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെ CPO പ്രസീത ബാലന്റെ മൊഴി രേഖപ്പെടുത്തി ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ SI സെസിൽ ക്രിസ്റ്റ്യൻ രാജ് FIR രജിസ്റ്റർ ചെയ്ത് ആദ്യാന്വേഷണം നടത്തി. ഇൻസ്പെക്ടർ വിവിൻ K വേണുഗോപാൽ തുടരന്വേഷണം നടത്തി പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ C എന്നിവർ ഹാജരായി. CPOമാരായ സിന്ധു, പ്രസീത എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിക്കാനായി പ്രോസിക്യൂഷനെ സഹായിച്ചു.
ജനകീയ ഡോക്ടർ MM ഹനീഫയ്ക്ക് കേച്ചേരിയുടെ ബാഷ്പാഞ്ജലി. കേച്ചേരിയുടെ ജനകീയ ഡോക്ടറുടെ നിര്യാണത്തിൽ അനുശോചിച്ച് യോഗം സംഘടിപ്പിച്ചു. കേച്ചേരി സെന്ററിൽ നടന്ന അനുശോചന യോഗത്തിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CC ശ്രീകുമാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ, CPIM ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, പഞ്ചായത്ത് അംഗവും CPI പ്രതിനിധിയുമായ VP ലീല, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി UV മുസ്തഫ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം CT പോൾ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സണും കേരള കോൺഗ്രസ് M ജില്ലാ കമ്മിറ്റി അംഗവുമായ ജൂലറ്റ് വിനു, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, കേച്ചേരി മഹല്ല് പ്രസിഡന്റ് മൊയ്തുട്ടി ഹാജി, പഞ്ചായത്ത് അംഗം ആൻഡോ പോൾ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് P മാധവൻ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് പുന്നയൂർക്കുളം സർവീസ് സഹകരണ ബാങ്കുമായി സഹകരിച്ച് കാർഷിക സെമിനാർ നടത്തി. കാർഷിക രംഗത്തെ നൂതനമായ കൃഷിരീതികളെക്കുറിച്ചും നാനോ വളങ്ങളുടെ ഉപയോഗത്തെ സംബന്ധിച്ചും കർഷകർക്ക് അറിവ് നൽകുവാൻ വേണ്ടിയാണ് കാർഷിക സെമിനാർ നടത്തുന്നത്. പുന്നയൂർക്കുളം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടത്തിയ കാർഷിക സെമിനാർ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് P ഗോപാലൻ അധ്യക്ഷനായി. ബാങ്ക് സെക്രട്ടറി AK സതീഷ് കുമാർ, പുന്നയൂർക്കുളം കൃഷി ഓഫീസർ തെരേസ അലക്സ്, പുന്നയൂർക്കുളം കോൾ കൃഷി സഹകരണ സംഘം പ്രസിഡന്റ് ജാഫർ, IFFCO ഫീൽഡ് ഓഫീസർ KJ ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വം 3ാമത് നാഗസ്വര തവിൽ സംഗീതോത്സവം ഭക്തിസാന്ദ്രമായി. പുലർച്ചെ ക്ഷേത്രത്തിൽ നിന്ന് നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ ഭദ്രദീപം എഴുന്നള്ളിച്ച് തെക്കേനടയിലെ ശ്രീഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലെ സംഗീത മണ്ഡപത്തിലെ നിലവിളക്കിലേക്ക് പകർന്നതോടെയാണ് സംഗീതോത്സവത്തിന് തുടക്കമായത്. തുടർന്ന് നാഗസ്വര തവിൽ വിദ്വാൻമാർ മംഗളവാദ്യം സമർപ്പണം നടത്തി. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള കലാകാരന്മാർ പങ്കെടുത്തു. 100ഓളം കലാകാരന്മാർ അണിനിരന്ന നാഗസ്വര പഞ്ചരത്നം തനിയാവർത്തനം ആസ്വാദകർക്ക് അപൂർവ നാദവിരുന്നായി. തുടർന്ന് നടന്ന സമാദരണ സദസ്സ് പ്രശസ്ത കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. നാഗസ്വരം വിദ്വാനായിരുന്ന ഗുരുവായൂർ കുട്ടിക്കൃഷ്ണൻ നായർ സ്മാരക പുരസ്കാരം നാഗസ്വര ആചാര്യൻ ആച്ചാൾപുരം S ചിന്നത്തമ്പി പിള്ളയ്ക്കും, മുത്തരശനല്ലൂർ M രാമചന്ദ്രൻ സ്മാരക പുരസ്കാരം തവിൽ വിദ്വാൻ ആച്ചാൾപുരം S ശങ്കരനും സമ്മാനിച്ചു. ദേവസ്വം ഭരണസമിതി അംഗം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, നാഗസ്വര വിദ്വാൻമാരായ ഗുരുവായൂർ മുരളി, മരുത്തൂർ വട്ടം ബാബു, തവിൽ വിദ്വാൻ ഓച്ചിറ ഭാസ്കരൻ, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, കേരള നാഗസ്വര തവിൽ സംഘടനാ പ്രസിഡന്റ് അജിത് പേരകം തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. മന്ദലാംകുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ പുതുവത്സരത്തിന്റെ ഭാഗമായി സന്ദർശകർക്കായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പുതുവത്സര പുലരി മുതൽ ഈ മാസം 9 വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് ബീച്ചിൽ വിവിധ അലങ്കാരങ്ങൾ ഒരുക്കിയത്. സെൽഫി കോർണർ, ഡൈനിങ് ഏരിയ, മ്യൂസിക് ഏരിയ എന്നിങ്ങനെ വിവിധ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയത്. ബീച്ചിലെത്തിയ സന്ദർശകർക്ക് ഇത് പുതിയ അനുഭൂതിയാണ് സമ്മാനിച്ചത്. രാത്രി 12 മണിക്ക് ഫാൻസി വെടിക്കെട്ടുമുണ്ടായിരുന്നു. നിരവധി സന്ദർശകരാണ് പുതുവത്സര പുലരിയിൽ ബീച്ചിൽ എത്തിയത്. കൂട്ടമായി എത്തുന്ന കാട്ടുപന്നികൾ കതിരിട്ട നെൽച്ചെടികൾ നശിപ്പിക്കുന്നത് കർഷകരെ കണ്ണീരിലാഴ്ത്തുന്നു. കടവല്ലൂർ ആൽത്തറ പാടശേഖരത്തിൽ പന്നികളുടെ വിളയാട്ടത്തിൽ നശിച്ചത് ഏക്കർ കണക്കിന് നെൽവയലുകളാണ്. നെഞ്ചു തകരുന്ന കാഴ്ചയാണ് പാടത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത്. കൊയ്ത്തിന് പാകമായിക്കൊണ്ടിരിക്കുന്ന 5 ഏക്കറോളം നെൽവയലാണ് കാട്ടുപന്നികളുടെ വിളയാട്ടം മൂലം ആൽത്തറ പാടശേഖരത്തിൽ നശിച്ചത്. മുല്ലപ്പള്ളിക്കുന്നിന്റെ താഴെയുള്ള പാടത്ത് 40 ഏക്കർ സ്ഥലത്താണ് കൃഷിയുള്ളത്. കുന്നിനോട് ചേർന്നുള്ള കാടുകളിൽ പാർക്കുന്ന പന്നികൾ രാത്രി സമയത്ത് കൂട്ടമായി പാടത്തേക്ക് ഇറങ്ങുന്നു. ഇവയെ തുരത്താൻ ഒട്ടേറെ മാർഗങ്ങൾ നോക്കിയെങ്കിലും ഫലം കണ്ടില്ലെന്ന് കർഷകർ പറയുന്നു. പകൽ സമയത്ത് വീടുകൾക്ക് സമീപവും പന്നികൾ എത്താറുണ്ട്. പന്നികളെ വെടിവെച്ചു കൊല്ലാൻ പദ്ധതി തയ്യാറാക്കി മാസങ്ങൾ പിന്നിട്ടെങ്കിലും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നടപടിയൊന്നും ഉണ്ടാവുന്നില്ലെന്ന് കർഷകർ ആരോപിച്ചു. പഞ്ചായത്തുകളിൽ ഇക്കൊല്ലം വെടിവെപ്പ് പദ്ധതി നടപ്പാക്കിയത് വിജയം കണ്ടിരുന്നു. കാട്ടുപന്നി മൂലമുള്ള കൃഷിനാശത്തിന് ഇൻഷുറൻസ് ലഭിക്കാത്തതും കർഷകരെ വലയ്ക്കുന്നുണ്ട്. പലർക്കും വലിയ നഷ്ടമാണ് ഈ വർഷം നെൽകൃഷിയിൽ സംഭവിച്ചിട്ടുള്ളത്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കുനുമുച്ചി സത്സംഗിന്റെ ആഭിമുഖ്യത്തിൽ നവവത്സര ആഘോഷം സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പുതുവത്സര ആഘോഷം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു.
സൽസംഗ് ചെയർമാൻ മേജർ PJ സ്റ്റൈജു അധ്യക്ഷത വഹിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു C. ജേക്കബ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് KM ഷെമീന, ആരോഗ്യ പ്രവർത്തകരായ VN ബിജു, നിത ശ്രീനി, സൽസംഗ് കോർഡിനേറ്റർ PJ ബിജോയ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ പുതുവർഷ തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ സിജേഷ് നേതൃത്വം നൽകി. പഴയ മനുഷ്യനെ കത്തിക്കുന്ന ചടങ്ങും ഉണ്ടായിരുന്നു. ട്രസ്റ്റിമാരായ ജിഷോ S. പുത്തൂർ, ബാബു ആന്റണി ചിരിയങ്കണ്ടത്ത്, ആൻഡോ L. പുത്തൂർ, സിസ്റ്റർ അന്ന കുരുതുകുളങ്ങര, സിസ്റ്റർ ലിസ വാഴപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. കേരള പ്രവാസി സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്ഥാപക നേതാവ് AC ആനന്ദനെ അനുസ്മരിച്ചു. ഗുരുവായൂർ ടൗൺ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ KR സൂരജ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി P. സൈദാലിക്കുട്ടി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK കൃഷ്ണദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുലേഖ ജമാൽ, MB മോഹനൻ, ജില്ലാ പ്രസിഡന്റ് KV അഷ്റഫ് ഹാജി, ശാലിനി രാമകൃഷ്ണൻ, കൺവീനർ MA അബ്ദുൾ റസാഖ്, ബാഹുലൈൻ പള്ളിക്കര തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ പ്രവാസി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അർഹരായവർക്ക് സൗജന്യമായി ബയോമെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ദൃശ്യ ഗുരുവായൂരിന്റെ ഭാവഗീതി പുരസ്കാരത്തിന് ഗായകൻ P. ജയചന്ദ്രനെ തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 25,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ശനിയാഴ്ച സമ്മാനിക്കും. ദൃശ്യയുടെ ജീവകാരുണ്യ സുസ്ഥിര കർമ്മ പദ്ധതിയായ ജീവനത്തിന്റെ 3ാം ഘട്ട ഉദ്ഘാടന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും ഗാനരചയിതാവുമായ K. ജയകുമാർ പുരസ്കാരം സമ്മാനിക്കും. ടൗൺ ഹാളിൽ വൈകിട്ട് 4:30 നടക്കുന്ന പുരസ്കാര സമർപ്പണ ചടങ്ങ് സംവിധായകൻ കമലും ജീവനം പദ്ധതി നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസും ഉദ്ഘാടനം ചെയ്യും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാൻ മധു S. നായർ പദ്ധതി പ്രഖ്യാപനം നടത്തും. ജീവനം പദ്ധതിയുടെ ഭാഗമായി കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ, ഡയാലിസിസ് മെഷീനുകൾ എന്നിവ വിതരണം ചെയ്യും. തുടർന്ന് P. ജയചന്ദ്രന്റെ പാട്ടുകൾ കോർത്തിണക്കി മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന പേരിൽ സംഗീത വിരുന്നുമുണ്ടാകും. ഭാരവാഹികളായ R. രവികുമാർ, K. ഗോവിന്ദദാസ്, അരവിന്ദൻ പല്ലത്ത്, VP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. കുന്നുകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുവർഷത്തെ വരവേറ്റ് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. LP വിഭാഗം വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പുതുവത്സരാഘോഷത്തിൽ മുൻ പ്രിൻസിപ്പൽ ഫാദർ പത്രോസ് OAC പുതുവർഷ സന്ദേശം നൽകി. പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OAC ആശംസകൾ നേർന്നു. തുടർന്ന് കുട്ടികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് ഒരുക്കി. സഹോദര സ്ഥാപനമായ ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് കോളേജിലും ബദനി സെന്റ് ജോൺ സ്കൂളിലെ കുട്ടികൾ പുതുവത്സരത്തെ വരവേറ്റുകൊണ്ട് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷിയും അധ്യാപകരും ചേർന്ന് കുട്ടികളെ സ്വീകരിച്ചു. പുന്നിയൂർ അകലാട് ഖലീഫ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന പെൻഷൻ വിതരണം നടന്നു. ഖലീഫ ട്രസ്റ്റ് അങ്കണത്തിൽ നടത്തിയ ചടങ്ങ് ലേഡീസ് വിംഗ് ഗൾഫ് പ്രതിനിധി ഷാജിദ യൂസഫ് ഉദ്ഘാടനം ചെയ്തു. ഷഹീറ അയ്യൂബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ഹസീന ഫൈസൽ സ്വാഗതവും റസീന ഉസ്മാൻ നന്ദിയും പറഞ്ഞു. 120 പേർക്ക് ചടങ്ങിൽ പെൻഷൻ വിതരണം ചെയ്തു. ഖലീഫ വനിതാ വിംഗിന്റെ നേതൃത്വത്തിലാണ് മാസാന്തര പെൻഷൻ വിതരണം ഒരുക്കിയത്. ലേഡീസ് ഫണ്ട് അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. ചൂണ്ടൽകുന്ന് പ്രദേശത്തെ കുട്ടികളുടെ കൂട്ടായ്മയായ കളിയരങ്ങിന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. കൂട്ടായ്മയുടെ 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ചൂണ്ടൽകുന്നത്തെ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പുതുവത്സരാഘോഷത്തിന്റെ ഉദ്ഘാടനം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ MK ആന്റണി അധ്യക്ഷനായി. സംഘാടക സമിതി ജനറൽ കൺവീനറും കളിയരങ്ങിന്റെ രക്ഷാധികാരിയുമായ രമേശ് ചൂണ്ടൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘാടക സമിതി ജോയിന്റ് കൺവീനർമാരായ PV ലെനിൻ, CS സുജിഷ, വൈസ് ചെയർപേഴ്സൺമാരായ CM ലജിഷ, VP നിഖിൽ, കളിയരങ്ങ് ബാലസംഘം യൂണിറ്റ് സെക്രട്ടറി ശ്രീരാഗ്, യൂണിറ്റ് പ്രസിഡന്റ് അനന്യ, കളിയരങ്ങ് യുറീക്ക ബാലവേദി പ്രസിഡന്റ് അനുശ്രീ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സീനിയർ ജൂനിയർ വിഭാഗം അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പതിവ് പോലെ 2025 ദീപം തെളിയിച്ച് വരവേൽക്കുന്ന പരിപാടിയുമുണ്ടായി. 25ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പഴയകാല നാട്ടുകളികളും മത്സരങ്ങളും പുസ്തക പ്രദർശനവും നടന്നു. CCTV ന്യൂസ്, കേച്ചേരി. കടലേറ്റം പ്രതിരോധിക്കാൻ അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SDPI കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി കരിദിന മാർച്ച് സംഘടിപ്പിച്ചു. മുനിക്കക്കടവിൽ നിന്ന് അഞ്ചങ്ങാടി വളവ് വരെയാണ് മാർച്ച് നടത്തിയത്. ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖുൽ അക്ബർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KH ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി ഷെഫീഖ് സ്വാഗതവും പുതിയങ്ങാടി ബ്രാഞ്ച് സെക്രട്ടറി നിസാമുദ്ദീൻ തങ്ങൾ നന്ദിയും പറഞ്ഞു. മാർച്ചിന് പഞ്ചായത്ത് നേതാക്കളായ ഷാനി ബ്ലാങ്ങാട്, ഇല്യാസ് തോട്ടാപ്പ്, സലാഹുദ്ദീൻ TH തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ 11 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാരുദ്രയജ്ഞത്തിന് തുടക്കമായി. 11 വെള്ളിക്കലശങ്ങളിൽ നിറച്ച ശ്രേഷ്ഠദ്രവ്യങ്ങൾ ശ്രീരുദ്ര മന്ത്രം ജപിച്ച് ചൈതന്യമാക്കിയ ശേഷം തന്ത്രി ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മഹാദേവന് അഭിഷേകം ചെയ്തു. പാണിവാദരത്നം കലാമണ്ഡലം ഈശ്വരനുടെ ചാക്യാർകൂത്ത്, ഡോക്ടർ ബി ജയപ്രകാശിന്റെ ഭക്തിപ്രഭാഷണം, ഗുരുവായൂർ ശശിമാരാർ, കോട്ടപ്പുറം വിഘ്നേഷ് അയ്യർ എന്നിവരുടെ ഇരട്ടക്കേളി, മമ്മിയൂർ വിഷ്ണുപ്രസാദ് മാരാർ, ഗുരുവായൂർ വിഷ്ണുപ്രസാദ് മാരാർ എന്നിവരുടെ തായമ്പക, നാഗക്കാവിൽ നാഗപ്പാട്ട്, പാതിരാക്കുന്നത്ത് കുളപ്പുറത്ത് മനക്കൽ സദാനന്ദൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ സർപ്പബലി എന്നിവയും ഉണ്ടായിരുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് ജില്ലയിൽ തുടക്കമായി. ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള വിവിധ മണ്ഡലം കമ്മിറ്റികളുടെ പരിധിയിലുള്ള 17 ബ്രാഞ്ചുകളിലെ സമ്മേളനമാണ് ആദ്യ ദിനത്തിൽ പൂർത്തീകരിച്ചത്. 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ചേരുന്നത്. മണലൂർ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലുള്ള കണ്ടാണശ്ശേരി ലോക്കലിലെ അരിയന്നൂർ ബ്രാഞ്ച് സമ്മേളനം ജില്ലാ സെക്രട്ടറി കെ വാത്സരാജ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക മണ്ഡലത്തിലെ അന്തിക്കാട് കിഴക്ക് ബ്രാഞ്ച് സമ്മേളനം TR രമേഷ് കുമാറും, താന്യം തെക്ക് ബ്രാഞ്ച് സമ്മേളനം BS സുനിൽകുമാറും, തൃപ്രയാർ സെന്റർ സമ്മേളനം KP സന്ദീപും ഉദ്ഘാടനം ചെയ്തു. അരിയന്നൂരിൽ ഹരീഷ് നാരായണന്റെ വസതിയിൽ സജ്ജമാക്കിയ കാനം രാജേന്ദ്രൻ നഗറിൽ ചേർന്ന സമ്മേളനത്തിൽ PS രേണുജൻ അധ്യക്ഷനായി. മണ്ഡലം സെക്രട്ടറി VR മനോജ്, അസിസ്റ്റന്റ് സെക്രട്ടറി PS ജയൻ, ലോക്കൽ സെക്രട്ടറി ശിവൻ വാഗ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ബ്രാഞ്ച് സെക്രട്ടറി MK സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ 1227 ബ്രാഞ്ചുകളിലെ സമ്മേളനങ്ങൾ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായി പൂർത്തീകരിക്കുമെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് CCTVയോട് പറഞ്ഞു. CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസ് ഈ 2025 സെപ്റ്റംബർ മാസം 21 മുതൽ 25 വരെ ചണ്ഡീഗഡിൽ വെച്ച് നടക്കാൻ വേണ്ടി പോവുകയാണ്. പാർട്ടി രൂപീകരിച്ചതിൻ്റെ ജന്മശതാബ്ദി വർഷം കൂടിയാണ് ഈ 2025. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടന എന്ന് പറഞ്ഞാൽ ഒരു സമരസംഘടനയാണ്. അതിൻ്റെ സംഘടനാ സംവിധാനം തന്നെ അങ്ങനെയാണ്. ബ്രാഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം. അത് ബഹുജന പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് സമരം നടത്തുകയും ബഹുജന വിഷയങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തന ശൈലി. കേരളത്തിലും തൃശ്ശൂർ ജില്ലയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ല രീതിയിൽ അതിൻ്റെ സംഘടനാ പ്രവർത്തനം നന്നായി സംഘടിപ്പിച്ചു വരുന്നു. ഈ കാലയളവിലും ആ രീതിയിൽ തൃശ്ശൂർ ജില്ലയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. 123 ലോക്കൽ സമ്മേളനങ്ങൾ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലും 15 മണ്ഡലം കമ്മിറ്റികളുടെ സമ്മേളനങ്ങൾ മെയ്, ജൂൺ മാസങ്ങളിലുമാണ് പൂർത്തീകരിച്ച് ജൂലൈ 11 മുതൽ 13 വരെയാണ് ജില്ലാ സമ്മേളനം നടക്കുക എന്നും വത്സരാജ് കൂട്ടിച്ചേർത്തു. കുന്നംകുളം മണ്ഡലത്തിലെ കടവല്ലൂർ വെസ്റ്റ് ബ്രാഞ്ച് സമ്മേളനവും ബുധനാഴ്ച നടന്നിരുന്നു. സെപ്റ്റംബറിൽ ആലപ്പുഴയിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുക. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂരിലെ കായിക സാമൂഹിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന തറയിൽ റഷീദിനെ അനുസ്മരിച്ചു. റഷീദ് സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമിതി ചെയർമാൻ KPA റഷീദ് അധ്യക്ഷത വഹിച്ചു. സുരേഷ് സംഘത്ത്, TL മുരളി, R രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അതിദാരുണമായി കൊല്ലപ്പെട്ട ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചെർളയം യൂണിറ്റ് സെക്രട്ടറി സിന്ധു മണികണ്ഠന്റെ വിയോഗത്തിൽ അനുശോചന യോഗം ചേർന്നു. AKTA കുന്നംകുളം ഏരിയ ഓഫീസ് ഹാളിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ ഖാദർ അടവിലങ്ങ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ പുഷ്പകുമാരി, ജില്ലാ ഏരിയ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നൂർക്കുളം തൃപ്പറ്റ് മര്യാദ മൂല ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു. ഹെസ സാബിർ കേക്ക് മുറിച്ചു. തുടർന്ന് കരയ്ക്ക് ഗാനമേള, സ്നേഹവിരുന്ന് എന്നിവയുണ്ടായി. ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ വെള്ളപ്പറവിൽ ഷംസുദ്ദീൻ, മുഹമ്മദ് കുട്ടി പെരിയാട്ടയിൽ, റസാഖ് മുല്ലക്കാട്ടിൽ, ഷാജി പെരിയാട്ടയിൽ, VN ഷനോജ്, KP ധർമ്മൻ, മുഗദം ചേലുള്ളയിൽ, സുലൈമാൻ നുറുക്കുപറമ്പിൽ, റഷീദ് കള്ളിവളപ്പിൽ, രവി പൊന്നമ്പത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിപണി 75 വർഷത്തെ സുവർണ പാരമ്പര്യമുള്ള തരകൻസ് റോയൽ ജ്വല്ലറിയുടെ പുതിയ ഷോറൂം കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. സ്വർണ്ണാഭരണ വിപണന രംഗത്ത് ഉപഭോക്താക്കളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ കുന്നംകുളം തരകൻസ് റോയൽ ജ്വല്ലറിയുടെ കുന്നംകുളം പട്ടാമ്പി റോഡിലുള്ള പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം കത്രീന ഫ്രാൻസിസ്
പർച്ചേസ് മാനേജർ റോബി AS, സീനിയർ മാനേജർമാരായ ജോയ് ജോസ്, വിമി VB തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉപഭോക്താക്കളുടെ മനസ്സിനിണങ്ങിയ വൈവിധ്യമാർന്ന സ്വർണ്ണാഭരണങ്ങളുടെ വലിയൊരു ശ്രേണി പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ടെന്നും ആദ്യ 3 ദിവസം പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ അത്ര തന്നെ സ്വർണം സമ്മാനമായി നൽകുന്നുണ്ടെന്നും തരകൻസ് റോയൽ ജ്വല്ലറി ഉടമകളായ ഡിക്സ് ഫ്രാൻസിസ്, ലൈജി ഡിക്സ് എന്നിവർ അറിയിച്ചു. തുടക്കമായി കോൺഗ്രസ് നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ കെ ജയശങ്കറിൽ നിന്ന് ഫണ്ട് ശേഖരിച്ചുകൊണ്ട് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം കളക്ഷൻ കൺവീനർ MH റഫീഖ്, ട്രഷറർ PA ഷഹീദ്, സെക്രട്ടറി MA കമറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിപണി ഐഫയുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഫാക്ടറി ഡിസ്പ്ലേ ഷോറൂം കൊരട്ടിക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. പതിറ്റാണ്ടുകളുടെ ഫർണിച്ചർ വിപണന പാരമ്പര്യവുമായി 10,000-കണക്കിന് വിശ്വസ്ത ഉപഭോക്തൃ സമ്പത്തുമായാണ് ഐഫ ഇന്റീരിയർ ആൻഡ് ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം കൊരട്ടിക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം തലാൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഹാജി ബാലിയിൽ നിർവഹിച്ചു. ചടങ്ങിൽ സാമൂഹിക രാഷ്ട്രീയ വ്യവസായ മേഖലകളിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. വീടുകളിലേക്കും ഓഫീസുകളിലേക്കുമുള്ള എല്ലാ ഫർണിച്ചറുകളുടെയും നൂതന ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ ബെഡ്റൂം സെറ്റ്, മാട്രസ്, ഡൈനിങ് ടേബിൾ, ഡൈനിങ് ചെയേഴ്സ്, ടീപ്പോയ്, കോർണർ സോഫ, 2 സിറ്റ് ഔട്ട് ചെയർ ഉൾപ്പെടെ എല്ലാ ഫർണിച്ചറുകളും വെറും 49,900 രൂപയ്ക്ക് ഓഫറിലൂടെ സ്വന്തമാക്കാം. പഴയ സോഫ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയത് വാങ്ങാനുള്ള സൗകര്യവും. വീട്ടിലെ പഴയ ബെഡ്റൂം സെറ്റ് എക്സ്ചേഞ്ച് ചെയ്ത് 25,000 രൂപ വരെ മൂല്യത്തിൽ എക്സ്ചേഞ്ച് ഓഫർ. ഫെബ്രുവരി 5 വരെയാണ് ഓഫറുകൾ ലഭ്യമാവുക. ഇമ്പോർട്ടഡ് ചെയറുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും ലഭ്യമാണ്. ലളിതമായ തവണ വ്യവസ്ഥയിലും ഫർണിച്ചർ സ്വന്തമാക്കാം. വിശാലമായ പാർക്കിംഗ് സൗകര്യവും. കേരളത്തിലെവിടെയും ഫർണിച്ചർ ഡെലിവറിക്കായി 90 72 66 62 02 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഷോറൂം സന്ദർശിച്ചവരിൽ നിന്നും നറുക്കെടുത്ത് 5 വിജയികൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം നൽകും. പുതുവർഷത്തോടനുബന്ധിച്ച് മിഗായിൽ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സ്നേഹസമ്മാനം വിതരണം ചെയ്തു. വാർഡ് മെമ്പർ പ്രീതി ബാബു ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് പഞ്ചായത്തിലെ 9ാം വാർഡിലുള്ള 400-ലധികം വീടുകളിൽ ചെയർമാൻ ബാബു ജോസിന്റെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശനം നടത്തിയാണ് സ്നേഹസമ്മാനം വിതരണം ചെയ്തത്. ലിസി ബാബു, ബാബു VK, അരുൺ എന്നിവർ പങ്കെടുത്തു. നിരവധി ജീവകാരുണ്യ പ്രവർത്തികളാണ് മിഗായിൽ ഗ്രൂപ്പ് നടപ്പിൽ വരുത്തുന്നത്. വിപണി കളരിമർമ്മ ചികിത്സയിൽ അഗ്രഗണ്യനായിരുന്ന CT ലോനപ്പൻ ഗുരുക്കളുടെ 48 വർഷത്തെ ചികിത്സാ പാരമ്പര്യമായി അഗാപ്പെ ആയുർവേദ കളരിമർമ്മ സെന്റർ എന്ന സ്ഥാപനം ഗുരുവായൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ലോനപ്പൻ ഗുരുക്കളുടെ പാരമ്പര്യം ഉൾക്കൊണ്ട് മക്കളുടെ നേതൃത്വത്തിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. പുന്നത്തൂർ റോഡിൽ ആരംഭിച്ച സ്ഥാപനം നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ലോനപ്പൻ ഗുരുക്കൾ അനുസ്മരണ ട്രസ്റ്റ് ചെയർമാൻ KP ഉദയൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ സുധൻ, കൌൺസിലർ ബിബിത മോഹൻ, ട്രസ്റ്റ് ജനറൽ കൺവീനർ രാജേന്ദ്രൻ കണ്ണത്ത്, AK മൊയ്നുദ്ദീൻ, ഗിരീഷ് തൊടുവിൽ, MK വിജയൻ, PG സജി തുടങ്ങിയവർ സംസാരിച്ചു. രോഗനിവാരണത്തിനും രോഗപ്രതിരോധത്തിനും ആവശ്യമായ ആയുർവേദ കളരി മർമ്മ ചികിത്സ ഇവിടെ ലഭ്യമാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പരിശീലനം ലഭിച്ച അംഗീകൃത തെറാപ്പിസ്റ്റുകളുടെ സേവനവും ഡോക്ടർ നിഖിൽ മുരളീധരന്റെ നേതൃത്വത്തിൽ ആയുർവേദ ചികിത്സയുമുണ്ട്.
കൂടാതെ അഭ്യംഗം, കളരിയൊഴിച്ചിൽ, ഇലക്കിഴി, പൊടിക്കിഴി, നവരക്കിഴി, സ്റ്റീം ബാത്ത്, നസ്യം, തക്രധാര, ശിരോധാര, സർവാംഗധാര, ധാന്യമളധാര, വസ്തി തുടങ്ങി ചികിത്സകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നൽകി വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 95 26 39 79 98, 97 45 16 83 60 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമി ലീഡേഴ്സ് മീറ്റ് പെരുമ്പിലാവിൽ നടന്നു. പ്രദേശത്തെ മഹല്ല് ഭാരവാഹികളും മുസ്ലിം സംഘടനാ ഭാരവാഹികളുടെയും യോഗം ജമാഅത്തെ ഇസ്ലാമി വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് അബൂബക്കർ തളി ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി പി മുനീർ അധ്യക്ഷത വഹിച്ചു. വിവിധ മഹല്ല് ഭാരവാഹികളായ അബ്ദുൽ ഗനി, മൊയ്തീൻ ബാവ, അഷ്റഫ് ആൽത്തറ, മൂസക്കുട്ടി കെ, അബ്ദുൽ സലാം, വി അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കൺവീനർ ഷഹീദ് പി എ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി അനീസുദ്ദീൻ നന്ദിയും പറഞ്ഞു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7080 രൂപ, സ്വർണം പവന് 56,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 93 രൂപ. ചർമ്മം കടവലൂർ കൊരട്ടിക്കര കൂറ്റുപറമ്പിൽ മാധവൻ നിര്യാതനായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടന്നു. പരേതയായ ജാനകിയാണ് ഭാര്യ. പരേതനായ ശ്രീനിവാസൻ, സുരേന്ദ്രൻ, രാമചന്ദ്രൻ എന്നിവർ മക്കളാണ്. കുന്നുകുളം ചൊവ്വന്നൂർ വൃന്ദാവൻ റോഡിൽ ചെറുവത്തൂർ വീട്ടിൽ റിട്ടയർഡ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബേബി ചാക്കോയുടെ ഭാര്യ കുമാരി നിര്യാതയായി. 76 വയസ്സായിരുന്നു. കൊച്ചനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പളായിരുന്നു. സംസ്കാരം മാർത്താറ്റെ സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. വിനോജ്, ഷിനോജ്, മനോജ് എന്നിവർ മക്കളാണ്. എരുവപ്പെട്ടി തിച്ചൂർ ചിറ്റിലമ്പാറ വീട്ടിൽ രാധാകൃഷ്ണൻ നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടന്നു. കിൽസ ഭാര്യയും രാഹുൽ, രുദ്ര എന്നിവർ മക്കളുമാണ്. പുന്നൂർക്കുളം കുന്നത്തൂർ സ്മരണ ചാരിറ്റബിൾ ട്രസ്റ്റ് മന്ദിരത്തിന് സമീപം പരേതനായ തറയിൽ കിട്ടയുടെ ഭാര്യ തങ്ക നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രദീപ് കുമാർ, പരേതയായ അനിത എന്നിവർ മക്കളാണ്. കാട്ടാകമ്പാൽ ചെറിയൻകാട് കുന്നത്ത് കടവ് ചെറായി ഭാസ്കരൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. കാട്ടാകമ്പാൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉഷയാണ് ഭാര്യ. നിഷ, നിഷാദ്, ബബീഷ് എന്നിവർ മക്കളാണ്. സംസ്കാരം പിന്നീട് നടക്കും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. പുത്തൻ പ്രതീക്ഷകളോടെ പുതുവർഷ പിറവി. വലിയ ആരവങ്ങളോടെ 2025 ലോകം വരവേറ്റു. ജനത്തിന് ആശംസകൾ നേർന്ന് പ്രമുഖ നേതാക്കൾ. പെരുമ്പിലാവിൽ മദ്യലഹരിയിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ആനക്കല്ല് സ്വദേശി ചാലുശ്ശേരി വീട്ടിൽ 40 വയസ്സുള്ള രതീഷിനാണ് വെട്ടേറ്റത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരകത്തുകാവ് ഭഗവതിക്ക് നാട്ടുകാരുടെ വകയായുള്ള പിള്ളേര് താലപ്പൊലി ഞായറാഴ്ച. ഒരുക്കങ്ങൾ പൂർത്തിയായതായി താലപ്പൊലി സംഘം ഭാരവാഹികൾ. സിന്ധുവിന് നാടിന്റെ കണ്ണീർ യാത്രാമൊഴി. കുന്നുകുളം മാർത്താറ്റെ മോഷണ ശ്രമത്തിനിടെ കൊല്ലപ്പെട്ട കിഴക്കുമുറി നാടൻചേരി വീട്ടിൽ മണികണ്ഠന്റെ ഭാര്യ 55 വയസ്സുള്ള സിന്ധുവിന്റെ മൃതദേഹം വൻജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.